നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സൈന്യത്തിന്റെ നിർണായക വാർത്താ സമ്മേളനം രാവിലെ 10-ന്. രാവിലെ 10 മുതൽ 11 വരെ സൗത്ത് ബ്ലോക്കിലാവും വാർത്താ സമ്മേളനം. നിയന്ത്രണ രേഖയിൽ പലയിടത്തും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പൂഞ്ച്, അഖ്നൂർ, രജൌരി മേഖലയിൽ ഇന്ന് രാവിലെയും പാക് പ്രകോപനമുണ്ടായി. അതേസമയം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് നയതന്ത്ര സമീപനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സഹോദരനും മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫിനെ ഉപദേശിച്ചതായാണ് റിപ്പോർട്ടുകൾ. ആണവശേഷിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും സ്വീകരിക്കണമെന്ന് നവാസ് ഷെരീഫ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ടൂറിസ്റ്റ് ബസ് കണ്ടെയ്നർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം. എറണാകുളം കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 28 പേർക്ക് പരിക്കേറ്റു. ടൂറിസ്റ്റ് ബസ് കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത്. മലപ്പുറത്ത് പരിപാടിക്ക് പോയി തിരിച്ചു വന്ന ബസ് ഇന്ന് പുലർച്ചെ 2:50ഓടെയായിരുന്നു അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം സ്വദേശികളാണ് പരിക്കേറ്റവർ. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലോറി തിരിക്കാനായി വേഗത കുറച്ചു വരുന്നതിനിടെ ബസ് ഇടിക്കുകയായിരുന്നു. സംഘർഷം രൂക്ഷം. ജമ്മുവിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. രജൌരി നഗരത്തിലുണ്ടായ പാക് ഷെല്ലാക്രമണത്തിലാണ് അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ രാജ്കുമാർ താപ്പ കൊല്ലപ്പെട്ടതെന്ന് ഒമർ അബ്ദുൾ പറഞ്ഞു. അതേസമയം ജമ്മു കാശ്മീർ അടക്കം അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാന്റെ രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുന്നതിനിടെ 8 പാക് നഗരങ്ങളിലേക്ക് തിരിച്ചടിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദിലേക്ക് അടക്കം ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. SSLC പരീക്ഷയ്ക്ക് A+ കുറഞ്ഞു. ഹരിപ്പാട് 16 വയസ്സുകാരി ജീവനൊടുക്കി. പല്ലന KV ജെട്ടി കിഴക്കേക്കര മനോജ് ഭവനത്തിൽ മനോജ് സൗമ്യ ദമ്പതികളുടെ മകൾ ആര്യനന്ദയാണ് മരിച്ചത്. SSLC ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ 16-കാരിയായ ആര്യനന്ദ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. നങ്ങ്യാർ കുളങ്ങര ബദനി മാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു ആര്യനന്ദ. മൃതദേഹം ഹരിപ്പാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. CPM മുൻ നേതാവും KSU മുൻ സംസ്ഥാന സെക്രട്ടറിയും BJPയിൽ. CPM ഒറ്റപ്പാലം മുൻ ഏരിയ കമ്മിറ്റി അംഗവും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന KK കുഞ്ഞനാണ് BJPയിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരിക്കെയാണ് കുഞ്ഞൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്. DYFI മുൻ ബ്ലോക്ക് സെക്രട്ടറി, കർഷക തൊഴിലാളി യൂണിയൻ സംഘടനാ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. KSU മുൻ സംസ്ഥാന സെക്രട്ടറി കൈലാസ് നാഥ് മേനോനാണ് BJPയിൽ ചേർന്നത്. BJPയുടെ വികസിത കേരളം കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു BJP പ്രവേശനം.